ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫ്രാഞ്ചൈസികളൊന്നായ മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ അവരുടെ മുൻ നായകനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നിരിക്കുകയാണ്. അടുത്ത സീസണോടെ രോഹിത്തിന് 39 വയസ്സ് പൂർത്തിയാകുമെന്നിരിക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഏകദിനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന താരത്തിന് IPLലെ തീവ്രമായ മത്സരങ്ങൾക്കിടയിൽ മാച്ച് ഫിറ്റ്നസും സ്ഥിരമായ ഫോമും നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്കയും സജീവമാണ്. ഈ സാഹചര്യത്തിൽ രോഹിത് ശർമ്മ IPLൽ നിന്നും വിരമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പകരക്കാരനെ കണ്ടെത്തുക എന്നത് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദൗത്യമായിരിക്കും. ബാറ്റിംഗ് ലൈനപ്പിലെ ഈ വിടവ് നികത്താൻ മുംബൈ നോട്ടമിടാൻ സാധ്യതയുള്ള പ്രമുഖ ഇന്ത്യൻ താരങ്ങളെക്കുറിച്ചും ഈ ട്രേഡ് നീക്കങ്ങളുടെ സാമ്പത്തിക തന്ത്രപരമായ സാധ്യതകളെക്കുറിച്ചും കായിക ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. മുംബൈ ഇന്ത്യൻസിനെ 5 കിരീടങ്ങളിലേക്ക് നയിച്ച നായകനാണ് രോഹിത് ശർമ്മ. അദ്ദേഹത്തിന്റെ വിരമിക്കൽ ഒരു കളിക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല, ടീമിന്റെ മൊത്തത്തിലുള്ള അനുഭവ സമ്പത്തിലും ഡ്രസ്സിംഗ് റൂമിലെ സ്വാധീനത്തിലും വലിയ വിടവുണ്ടാകും. ഓപ്പണിംഗ് സ്ലോട്ടിൽ സ്ഥിരമായി ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ റൺസ് നേടുന്ന ഒരു ബാറ്ററെ കണ്ടെത്തേണ്ടത് മുംബൈയുടെ വിജയത്തിന് അനിവാര്യമാണ്. രോഹിത് വിരമിക്കുകയാണെങ്കിൽ നിലവിൽ താരത്തിന് നൽകുന്ന 16.30 കോടി രൂപ മുംബൈയുടെ പേഴ്സിലേക്ക് തിരികെ വരും. ഈ ഭീമമായ തുക പകരക്കാരനെ സ്വന്തമാക്കുന്നതിനോ ടീമിലെ മറ്റ് ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിനോ മുംബൈക്ക് ഉപയോഗിക്കാനും കഴിയും. പകരക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ മുംബൈ നോക്കുന്നത് കേവലം ഒരു ഓപ്പണറെയല്ല, മറിച്ച് ടീമിന്റെ ബാറ്റിംഗ് തത്വചിന്തയ്ക്ക് അനുയോജ്യമായ സമ്മർദ്ദമില്ലാതെ കളിക്കാൻ സാധിക്കുന്ന ഒരു ഷോ പീസിനെയാണ്.